ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ഈസി ആയിട്ടുള്ള ബീഫിൻ്റെ കരളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീഫിൻ്റെ കരളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്. പിന്നെ ഇതൊരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. ആ കറുത്ത കളറിൽ കാണുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് ഇളക്കി വെച്ചു, നന്നായിട്ട് ഉപ്പും ചേർത്ത്. പിന്നെ കുറച്ച് സവോള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 2 സവോളയുണ്ട് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ല ബ്രൗൺ കളർ വരുന്നിടം വരെ, ഏകദേശം നമ്മൾ ബിരിയാണിക്കൊക്കെ മുകളിലിടത്തില്ലേ, അതേ അത്രയും ആ ഒരു രീതിക്ക് വഴണ്ട് വരുന്ന അത്രയായിട്ട് നമ്മൾ വഴട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മസാല ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കരൾ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, ജസ്റ്റ് നമ്മൾ അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് ആ വെള്ളത്തിനകത്ത് കിടന്ന് ഇത് നന്നായിട്ട് വെന്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് കാണിക്കാം. ഇതാണ് കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷമുള്ളത്. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കരൾ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോരെ കേട്ടോ, നമുക്ക് നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ ഫ്രൈ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആയി കിട്ടും. അതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി അടച്ചു വെക്കണം. അന്നേരം എന്ത് ചെയ്യും, നല്ല കറുത്ത കളറിൽ നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഞാൻ കുറച്ച് സബോളയും കൂടെ അരിഞ്ഞിട്ട് അതിൻ്റെ ഇത് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിന്നറാണ് ഞങ്ങളുടെ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.